ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. 50 ദിവസം പിന്നിട്ട് 51 ദിവസത്തിലേക്ക് കടന്ന ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് രാവിലെ ആദ്യം നടന്നത് നോമിനേഷൻ പ്രക്രിയയാണ്. ഈ ആഴ്ചത്തെ നോമിനേഷനെ നേരിടുന്നത് 11 ആൾക്കാരാണ്. 7 പുരുഷന്മാരും 4 സ്ത്രീകളും ഉൾപ്പെടെ 11 പേർ നോമിനേഷനെ നേരിടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ പകുതി പേർ ഓപ്പൺ നോമിനേഷനും പകുതി പേർ കൺഫെഷൻ റൂമിലെ നോമിനേഷനുമായിരുന്നു നിർവഹിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ കൺഫെഷൻ റൂമിലേക്ക് പോയി രഹസ്യമായി നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ഈ ആഴ്ച പരസ്യമായി നോമിനേറ്റ് ചെയ്യുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഈ ആഴ്ച കൺഫെഷൻ റൂമിലേക്ക് പോകുവാനുള്ള വിധിയാണ് ബിഗ് ബോസ് പുറപ്പെടുവിച്ചത്. അതുകൂടാതെ നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടിരുന്ന അനീഷിന് ആ പവർ തിരികെ ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നോമിനേഷനും കൂടിയാണിത്. അനീഷിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, രഹസ്യമായിട്ട് നോമിനേറ്റ് ചെയ്യണമോ പരസ്യമായിട്ട് നോമിനേറ്റ് ചെയ്യണമോ? അനീഷ് തിരഞ്ഞെടുത്തത് ഓപ്പൺ നോമിനേഷനാണ്. അതുകൂടാതെ നൂറയ്ക്ക് ഈ ആഴ്ച ഒരു സ്പെഷ്യൽ പവർ ഉണ്ടായിരുന്നതിനാൽ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഒരാളെ കൊണ്ടുവരുവാനുള്ള അധികാരമുണ്ടായിരുന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അക്ബറിനെ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. അക്ബറിനെ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി താൻ പറഞ്ഞ കാരണങ്ങൾ: 1 മാനിപ്പുലേഷൻ, 2 കുത്തിത്തിരിപ്പ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പിന്റെ ആള് അക്ബറാണ്. ഒരിടത്തിരുന്നു കൊണ്ട് ഒരു കാര്യം പറയും, നേരെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്നിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് താൻ മറ്റൊരു കാര്യം പറയും. അങ്ങനെ മാനിപ്പുലേഷൻ, കുത്തിത്തിരിപ്പ്, ഇതിന്റെ രണ്ടിന്റെയും ഉസ്താദായിട്ട് അക്ബർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് കൺഫെഷൻ റൂമിലേക്ക് ആദ്യമായി വിളിക്കുന്നത് ഷാനവാസിനെയാണ്. ഷാനവാസ് അവിടേക്ക് ചെന്നിട്ട് 2 പേരുകൾ പറയുന്നു. 1 ബിന്നി, 2 അഭിലാഷ്. ബിന്നിയെ കുറിച്ച് പറയുന്നത് സ്ഥിരം പല്ലവി തന്നെയാണ്, കുത്തിത്തിരിപ്പിന്റെ ആള് എന്നുള്ളത്. അതുകൂടാതെ കഥ മെനയുക, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ തകർക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് കഥകൾ ഉണ്ടാക്കുക. ഈ കഥകൾ മെനയുമ്പോൾ ആ വ്യക്തിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ, അവർ തകർന്നു പോയാലും ഇല്ലെങ്കിലും തനിക്കൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ ബിന്നി കഥകൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പലരുടെയും ലൈഫ് വെച്ചുകൊണ്ടാണ് ബിന്നി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അഭിലാഷാണ്. അഭിലാഷും ബിന്നിയെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾ തന്നെയാണ്. കൂടെ നിൽക്കും, കൂടെ നിന്ന് നമ്മുടെ സുഹൃത്ത് എന്ന് തോന്നിക്കുകയും നമ്മോട് ഒരു കാര്യം പറയുകയും ചെയ്യും. എന്നിട്ട് കാലുവാരും, നമ്മളെ ചതിക്കും. അപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കും. ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞത് അഭിലാഷിനെ കുറിച്ചായിരുന്നു. അഭിലാഷ് നമ്മുടെ കൂടെ അവസാന നിമിഷം വരെയും നിൽക്കുന്നത് പോലെ തോന്നും. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നമുണ്ടാകുന്ന നിമിഷത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ കാലുവാരിയിരിക്കും. ചതിവിന്റെ ആളാണ്. അതുകൊണ്ട് അയാൾ ഈ വീട്ടിൽ നിൽക്കുവാൻ പാടില്ല. ബിന്നിയും അഭിലാഷും അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അടുത്തത് ജിസൈലാണ്. ജിസൈൽ ഓപ്പൺ നോമിനേഷനിലേക്കാണ് എത്തുന്നത്. അഭിലാഷിന്റെയും ബിന്നിയുടെയും പേരാണ് ജിസൈൽ ഓപ്പൺ നോമിനേഷനിൽ കൊണ്ടുവരുന്നത്. അഭിലാഷിനെ പറ്റി പറയുന്നത് താനൊരു സേഫ് ഗെയിമറാണ്. തനിക്ക് ആരോടും ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഒരു അറ്റാക്ക് ഉണ്ടാക്കിയാൽ പോലും അത് ഗ്രൂപ്പായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റുള്ളവരായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിനിടയിൽ പോയി സ്കോർ ചെയ്യുവാനുള്ള ശ്രമമാണ് അഭിലാഷ് നടത്താറുള്ളത്. രണ്ടാമത് ബിന്നി. ബിന്നിക്ക് ഈ വീട്ടിൽ ഒരാളിനോടും വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല. ബിന്നിക്ക് ഒരാളെ പോലും ഈ 50 ദിവസം കൊണ്ട് എതിർ സൈഡിൽ നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ബിന്നിക്ക് ആരും എതിരാളികളുമില്ല. എന്നാൽ ബിന്നിയുടെ ഗെയിം എന്നുള്ളത് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ തന്റെ പ്രശ്നമായിട്ടും കൂടി ഏറ്റെടുക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുവാൻ വേണ്ടി പോവുക, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അതിൽ കൂടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ബഹളമുണ്ടാക്കുക. ഇതല്ലാതെ വ്യക്തിപരമായിട്ട് ഒരു ഗെയിമില്ല, ഒരു കണ്ടന്റും ബിന്നിക്കില്ല. ജിസൈലിന്റെ ഈ നിഗമനം 100% കൃത്യതയുള്ളത് തന്നെയാണ്. തനിക്കറിയാം ആ വീട്ടിൽ ആരൊക്കെയാണ് പ്രശ്നക്കാർ, എന്തൊക്കെയാണ് അവരുടെ കുഴപ്പങ്ങളെന്ന്. പക്ഷെ ഒരിക്കൽ പോലും ബിന്നി അവരുടെ മുഖത്ത് നോക്കി നേരിട്ട് തന്റെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. എന്നാൽ ആ വിഷയം തന്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ചർച്ച ചെയ്യും. മാക്സിമം ഈ വിഷയത്തിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും കൂടി ചെയ്യും. എന്നിട്ട് ആ വ്യക്തികളെ കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തും. വന്നു കയറിയ സമയം മുതൽ ഈ ഒരു ഗെയിം തന്നെയാണ് ബിന്നി അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ആരോടും താൻ സംസാരിക്കുകയോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയോ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയോ ചെയ്യാറില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിഗമനം തന്നെയാണ്. അടുത്തത് നെവിനാണ്. നെവിൻ കൺഫെഷൻ റൂമിലേക്ക് വന്നിട്ട് ഷാനവാസിനെയും ആദിലയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഷാനവാസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അയാൾ ഈ വീട്ടിൽ തുടരുവാൻ യാതൊരു യോഗ്യതയുമില്ല, അർഹതയില്ലാത്ത വ്യക്തിയാണ്. വ്യക്തിപരമായി മനഃപൂർവ്വം എന്നെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതി. കുത്തിത്തിരിപ്പിന്റെ ഉസ്താദാണ് ഷാനവാസ്. അടുത്തത് ആദില. ആദില വന്ന ദിവസം മുതൽ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവർക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാനവാസിന്റെ മറ്റൊരു പതിപ്പാണ് ആദില. ഡ്രമാറ്റിക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആദില ചെയ്യുന്നതും പറയുന്നതും ഒന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ 2 ആൾക്കാർ ഈ വീട് വിട്ട് പുറത്തു പോകണം.
തുടർന്ന് അനീഷാണ്. അനീഷ് ഓപ്പൺ നോമിനേഷനിലേക്ക് എത്തുന്നു. ആദ്യമായി പറയുന്ന പേര് ആദിലയുടേതാണ്. അതിന്റെ കാരണം ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നം. ആ പ്രശ്നത്തിൽ ആദില തുടക്കത്തിൽ തന്നെ ജഡ്ജ്മെന്റലായി പോയി എന്നുള്ളതാണ്. നെവിനെ പാതാളത്തോളം താഴ്ത്തിക്കളഞ്ഞു ആദിലയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഒട്ടനവധി തകർച്ചകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും കടന്നുപോയൊരു വ്യക്തിയാണ് ആദില എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ആദിലയ്ക്ക് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയുവാൻ വേഗം കഴിയും. അതുകൊണ്ട് തന്നെ ആദിലയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കരുണ, സ്നേഹം, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ അതൊന്നുമല്ല ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് നെവിന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ പോലും ആദില തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് ആദില. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഗെയിമറാണ് ആദില. മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ചയിലെ ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് പുറത്തു നിന്നും ഗസ്റ്റ് ഇവിടെ അകത്തേക്ക് വന്നു കയറി. അവർ വന്നു കയറിയപ്പോൾ പുറത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് സൂചന ലഭിച്ചു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ തൊട്ടു മുൻപ് വരെ ഏത് നിലപാടിലാണോ താൻ നിലനിന്നത് അതിൽ നിന്നും പെട്ടെന്ന് മലക്കം മറിഞ്ഞു കളഞ്ഞു. അതിലൂടെ ഒരു നിലപാടുമില്ലാത്ത ഗെയിമറാണ് എന്ന് ആദില വളരെ വ്യക്തമായി തെളിയിച്ചു. ഷാനവാസിന്റെയും നെവിന്റെയും വിഷയം വളരെ കൃത്യമായിട്ട് അനീഷ് പറഞ്ഞു ഫലിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. റിയാസ് സലീം വന്നിട്ട് ഇവരുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച നടത്തുകയും നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പരസ്പരമാണ്, അല്ലാതെ ഷാനവാസിനെ അല്ല എന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആദിലയ്ക്കൊരു ബോധോദയം ഉണ്ടാകുന്നു. ഈ സമയത്ത് ഷാനവാസിനെ വെട്ടുന്നു, നെവിനുമായി ചേരുന്നു, നെവിനോട് സോറി പറയുന്നു, കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഷാനവാസിനെതിരായി സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഇതാണ് ഷാനവാസിനെ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അനീഷ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പറയുകയാണ്, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഗെയിമറാണ് ആദില. ആദില പുറത്തു പോകണം. രണ്ടാമത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ബി ഹോട്ടൽ ടാസ്കിനോടുള്ള ബന്ധത്തിൽ ഒട്ടനവധി തെറ്റുകൾ എന്നോട് കാട്ടിക്കൂട്ടി. അത് വ്യക്തിപരമായി എന്നോടുള്ള ഗ്രഡ്ജ് വെച്ചുകൊണ്ടായിരുന്നു. വൈൽഡ് കാർഡുകളായിട്ട് ഇവർ വന്നു കയറുന്ന സമയത്താണ് എന്റെ നോമിനേഷൻ പവർ എടുത്തു കളയുന്നത്. ആ ഒരു നോമിനേഷൻ പവർ എനിക്ക് തിരികെ തരാതിരിക്കുവാൻ വേണ്ടിയുള്ള കളികൾ ഈ ഹോട്ടൽ ടാസ്കിൽ ലക്ഷ്മി ചെയ്തു. ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ആ ഹോട്ടൽ ടാസ്കിൽ മുൻപോട്ട് പോയത്. അർഹതയുള്ള സ്റ്റാറുകൾ അതെനിക്ക് തരാതിരിക്കുവാൻ ലക്ഷ്മി ശ്രമിച്ചു. ഞാൻ ലക്ഷ്മിയോട് അക്കാര്യം തുറന്നു പറയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ലക്ഷ്മി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ നോമിനേഷൻ പവർ ഒരിക്കലും തിരികെ കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ പണി ഇവിടെ ചെയ്താലും നിങ്ങൾക്ക് സ്റ്റാർ തരില്ല എന്ന് പറഞ്ഞു. അതൊരിക്കലും ഒരു ജനറൽ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. അർഹതയ്ക്കുള്ള അംഗീകാരം തീർച്ചയായിട്ടും കൊടുക്കണം. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഫേക്കാണ് എന്നെനിക്ക് വ്യക്തമായി. എന്റെ നോമിനേഷൻ പവർ തിരികെ കിട്ടാതിരിക്കുവാൻ വേണ്ടി വളരെ വൃത്തികെട്ട ഒരു കളിയാണ് ലക്ഷ്മി അവിടെ കളിച്ചത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും ഇവിടെ തുടരുവാൻ അർഹതയുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് ഞാൻ ആദിലയെയും ലക്ഷ്മിയെയും നോമിനേറ്റ് ചെയ്യുന്നു. തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് നോമിനേഷന് വേണ്ടി എത്തുന്നത് ആദിലയായിരുന്നു. ആദില ആദ്യം പറഞ്ഞ പേര് ജിഷിന്റേതാണ്. ജിഷിൻ ഒരു മുഖം മൂടിയുടെ പിൻപിലാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ പ്രീതിയും വാത്സല്യവും പിടിച്ചുപറ്റി അങ്ങനെ ഒരു സേഫ് ഗെയിം കളിച്ച് താൻ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആരെയും പിണക്കാതിരിക്കുവാൻ വേണ്ടി രണ്ടു ഭാഗത്തും അയാൾ ഒരേപോലെ തന്നെ നിൽക്കും. ഒരു കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കും, അതിന് കൃത്യമായിട്ട് അവരെ ചാരി നിന്നുകൊണ്ട് മറുപടി പറയും. നേരെ മറിച്ച് ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെയും ഇവരുടെ അഭിപ്രായം കേൾക്കും. ഈ ഭാഗത്ത് നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായും സംസാരിക്കും. ചുരുക്കത്തിൽ ഒരു നിലപാടുമില്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ആദില ജിഷിനെ അവതരിപ്പിക്കുന്നത്. അടുത്തത് അനീഷ്. അനീഷ് എനിക്കെതിരായിട്ട് തെറ്റായിട്ടുള്ള വസ്തുതകളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവരുടെ സൈഡ് കേൾക്കുവാൻ ഒരിക്കലും അനീഷ് കൂട്ടാക്കാറില്ല. തനിക്ക് പറയാനുള്ളത് മാത്രം താൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയും കേൾക്കുവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി. ഹോട്ടൽ ടാസ്കിൽ അയാൾ സമരം ചെയ്തു. ഇതൊരു പ്രൈവറ്റ് ഹോട്ടലാണ്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള സമരമൊക്കെ നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ഹോട്ടൽ ടാസ്കിൽ സമരം ചെയ്ത് അയാൾ വൃത്തികേട് കാണിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു നല്ല ഗെയിമറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾ പുറത്തു പോകണം. തുടർന്ന് ഒരു ഓപ്പൺ നോമിനേഷൻ വീണ്ടും വരികയാണ്. ലക്ഷ്മിയാണ് ഓപ്പൺ നോമിനേഷനിലേക്ക് എത്തുന്നത്. ലക്ഷ്മി ആദ്യം പറയുന്ന പേര് ജിസൈലിൻ്റെതാണ്. ജിസൈൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നാണ് പറയുന്നത്. എന്നാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴേക്കും ജിസൈലിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാകുമ്പോൾ ജിസൈൽ കരഞ്ഞു നിലവിളിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. രണ്ട്, ജിസൈലിന്റെ ഗെയിം. മറ്റുള്ളവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ സിമ്പതി പിടിച്ചു നിർത്തുകയും കൂടെ നിർത്തുകയും ചെയ്യുക. ഇതൊരു സേഫ് ഗെയിമാണ്. മാത്രവുമല്ല, ഡ്യൂട്ടികളോടുള്ള ബന്ധത്തിൽ അൻപേ പരാജയമാണ് ജിസൈല്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയിൽ മാത്രമേ ജിസൈലിന് എൻജോയ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വേറൊരു ഡ്യൂട്ടി കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് ചെയ്യില്ല. പ്രത്യേകിച്ച് വെസൽ ടീമും ടോയ്ലറ്റ് ടീമും അതിനകത്തേക്ക് ജിസൈലിനെ എടുത്തിട്ടാൽ ജിസൈൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചു തരും. കാരണം ജിസൈലിന് അത് ചെയ്യാൻ താല്പര്യമില്ല.
അടുത്തത് ജിഷിനാണ്. ജിഷിന്റെ പ്രത്യേകത മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സിമ്പതി പിടിച്ചു പറ്റുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലും നോമിനേഷനിൽ നിന്നും അയാൾ മുക്തനായി നിന്നതിന്റെ പ്രധാന കാരണം ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റിയത് കൊണ്ട് മാത്രമാണ്. ഇതൊരു സേഫ് ഗെയിമാണ്. അതിലൂടെ അയാൾ ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല പ്രേക്ഷകരെ കൂടിയാണ് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെയും കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജിഷിൻ പുറത്തു പോകണം. അടുത്തതായി അനുമോൾ താൻ കൺഫെഷൻ റൂമിലേക്കാണ് എത്തുന്നത്. അവിടെ എത്തിയിട്ട് ലക്ഷ്മിയുടെയും സാബുമോന്റെയും പേരാണ് പറയുന്നത്. 2 ആൾക്കാർക്കും ഒരേ കാരണങ്ങൾ തന്നെ, ഒട്ടും ആക്റ്റീവ് അല്ല. ഇതുപോലെയുള്ള നോമിനേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പരസ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് 2 ആൾക്കാരും ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ മാത്രമേ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഇതിനല്ലാതെ മറ്റൊന്നിനും ഈ 2 ആൾക്കാരെയും കൊള്ളില്ല. ഒരു കാര്യങ്ങളിലും അവർ ആക്റ്റീവ് അല്ല. തുടർന്ന് ആര്യന്റെ ഓപ്പൺ നോമിനേഷനാണ്. ആദ്യത്തെ പേര് അനീഷാണ്. അനീഷിനെ കുറിച്ച് താൻ പറയുന്നത്, അനീഷ് ഈ 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒറ്റ മനുഷ്യരെയും ഈ വീട്ടിൽ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അനീഷിനെ ഈ വീട്ടിൽ ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. എനിക്കറിയാം അനീഷ് ആരാണ് എന്നുള്ളത്. അനീഷ് പറയുന്നു താൻ കള്ളം പറയില്ല എന്ന്. എന്നാൽ ഞാൻ പറയുന്നു ഈ വീട്ടിൽ കള്ളം പറയാതെ ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. ഇവിടെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയാതിരിക്കുന്നത് ആരാണ്? മുഴുവൻ ആൾക്കാരും കള്ളങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അനീഷിൻ കള്ളങ്ങൾ പറയുന്നുണ്ട്. കള്ളം പറയാതെ ഇവിടെ ആർക്കും നിൽക്കുവാൻ തന്നെ കഴിയില്ല. ഇതൊക്കെയാണ് ആര്യൻ പറയുന്നതെങ്കിലും അനീഷ് പറഞ്ഞത് എന്ത് കള്ളമാണ് എന്നുള്ളത് അയാൾ വ്യക്തമാക്കിയില്ല. രണ്ടാമത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, അനീഷ് ഈ 50 ദിവസം അടുക്കാറായപ്പോൾ ഷാനവാസിനോട് കൂട്ടുകൂടി. എന്തുകൊണ്ടാണ് വന്ന സമയത്തെ കൂട്ടുണ്ടാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരോട് കൂട്ടുകൂടാതിരുന്നത്? എന്തിനാണ് ഷാനവാസിനോട് ഈ 50 ദിവസത്തോളം കൂട്ടുകൂടുവാൻ താമസമെടുത്തത്? ഷാനവാസിനോട് എന്തുകൊണ്ട് മുൻപ് അയാൾ കൂട്ടുകൂടിയില്ല? വളരെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആര്യന്റെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് കൂട്ടുകാർ പോലും പരസ്പരം മുഖത്തോടും മുഖം നോക്കി ചിരിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അടുത്തത് ആര്യൻ പറയുന്നത് ബിന്നിയാണ്. ബിന്നി കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ഇതുവരെയും ഇവിടെ നിന്നത്. കുത്തിത്തിരിപ്പ് ഇപ്പോൾ ബിന്നി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് തീർന്നു പോയത് ബിന്നിയുടെ ഗെയിം കൂടിയാണ്. രണ ഫാത്തിമയും ഞാനും തമ്മിലുണ്ടായ അവസാനത്തെ പ്രശ്നം, ആ പ്രശ്നം മാക്സിമം കത്തിച്ചു നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചതും വലിയൊരു പ്രശ്നമാക്കി മാറ്റുവാൻ ശ്രമിച്ചതും ബിന്നിയായിരുന്നു. കുത്തിത്തിരിപ്പ് എന്ന ഗെയിം നിർത്തിയാൽ അതോടുകൂടി ബിന്നിയുടെ എല്ലാ സ്ട്രാറ്റജിയും അവസാനിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ബിന്നിയുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ബിന്നി ഇനി ഇവിടെ തുടരുവാൻ അർഹതയുള്ള വ്യക്തിയല്ല. അടുത്തത് കൺഫെഷൻ റൂമിലേക്ക് അക്ബർ എത്തുന്നു. അക്ബർ ആദ്യം പറയുന്ന പേര് ജിഷിന്റേതാണ്. കഴിഞ്ഞ ആഴ്ച താൻ അവിടെ പട്ടിണി കിടക്കുകയും വെജ് നോൺ വെജ് പ്രശ്നം ഊതിപ്പെരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനോടുള്ള ബന്ധത്തിലാണ് അക്ബർ ജിഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അക്ബർ പറയുന്നു ജിഷിന്റെ പല വാദങ്ങളും വളരെ ബാലിശമാണ്. ആദ്യം നോൺ വെജ് ഉണ്ടാക്കിയാൽ പിന്നീട് ആ അടുക്കളയിൽ ആ പാത്രങ്ങൾക്കകത്ത് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ അതെനിക്ക് കഴിക്കുവാൻ പറ്റില്ല എന്നുള്ള വാദമാണ്. അത് പരിഹരിക്കുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വെച്ചൊരു അഭിപ്രായമാണ്, ആദ്യം നമുക്കിനി വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാം, അതിനുശേഷം മാത്രം നോൺ വെജ് ഉണ്ടാക്കുന്നുള്ളൂ. അതും അക്സെപ്റ്റ് ചെയ്യുവാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അയാൾ പറഞ്ഞ കാര്യത്തിൽ അയാൾ ഉറച്ചു നിൽക്കുകയാണ്. അയാൾ അനാവശ്യമായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ അയാൾ പട്ടിണി കിടക്കുവാൻ തയ്യാറായി. എന്നിട്ട് ഞങ്ങൾ അയാളെ പട്ടിണി കിട്ടു എന്നുള്ള ഒരു വാദവും അയാൾ കൊണ്ടുവന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ദുർവാശിയാണ്. ഇയാൾക്കറിയില്ലായിരുന്നോ ഇത് പലതരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന വീടാണെന്ന്? ഇവിടേക്ക് വരുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾ മാത്രം നടക്കണം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ മാത്രമേ പറ്റുള്ളൂ, ഇവിടെ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് അയാൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതുകൊണ്ട് അയാൾ ഇവിടുന്ന് പുറത്തു പോകണമെന്നാണ് അക്ബറിന്റെ അഭിപ്രായം. അടുത്ത നോമിനേഷൻ അനീഷിന്റെ പേരിലാണ്. അനീഷ് ഇവിടെ അനാവശ്യമായിട്ട് സത്യസന്ധൻ ചമയുകയാണ്. അനീഷ് സത്യസന്ധനൊന്നുമല്ല. ആയിരുന്നുവെങ്കിൽ ഷാനവാസിന്റെയും നെവിന്റെയും ഇഷ്യൂ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് നെവിന്റെ ഭാഗം കേൾക്കുവാൻ ഒന്ന് തയ്യാറാകുമായിരുന്നു. അത് ചെയ്തില്ല. നെവിൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക പോലും ചെയ്യാതെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഷാനവാസിനെതിരായി പറഞ്ഞപ്പോൾ, അയാൾ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊപ്പം നിന്ന് ഒരേ ഒരു വ്യക്തി അനീഷ് ആയിരുന്നു. അതുകൊണ്ട് അനീഷ് സത്യസന്ധനാണെന്ന് പറയുവാൻ കഴിയില്ല. അയാൾ ജനവിധി തേടണം, പുറത്തു പോകണം. തുടർന്ന് ഓപ്പൺ നോമിനേഷൻ സാബുമാൻ. ജിഷിനെയാണ് ആദ്യം പറയുന്നത്. ജിഷിന്റെ അനാവശ്യമായിട്ടുള്ള പിടിവാശി, ഭക്ഷണം ഉപേക്ഷിക്കൽ, പട്ടിണി കിടക്കൽ എത്ര മോശമായിട്ടുള്ളൊരു ഗെയിമാണ് എന്നാണ് ജിഷിനോട് സാബുമാൻ ചോദിക്കുന്നത്. അടുത്തത് അനീഷ്. ഷാനവാസ് നെവിൻ വിഷയത്തിൽ തെറ്റായ ഇടപെടൽ നടത്തി. തനിക്കൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് താൻ ഒരു ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത് പലപ്പോഴും കാണുവാൻ കഴിഞ്ഞു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു കള്ളങ്ങളും അനീഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് അനീഷിനെ താൻ നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് ബിന്നിയാണ് എത്തുന്നത്. ബിന്നി ആര്യന്റെയും ജിസൈലിന്റെയും പേരാണ് പറഞ്ഞത്. വളരെ വാലിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ബിന്നി ചൂണ്ടിക്കാണ്ടുന്നത്. 2 ആൾക്കാരും ഒരുമിച്ചാണ് കളിക്കുന്നത്. ജിസൈലിന് വേണ്ടി കളിക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ആര്യൻ. ആര്യൻ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ജിസൈലിന്റെ വിഷയത്തിൽ മാത്രമാണ്.
ജിസൈൽ പറയേണ്ട കാര്യങ്ങൾ കൂടി പറയുന്നത് ആര്യനാണ്. ജിസൈലിന്റെ ഗെയിം കളിക്കുന്നതും ആര്യനാണ്. തീർന്നില്ല, ജിസൈൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ പോലും ഇപ്പോൾ ആര്യനാണ് ചെയ്യുന്നത്. ആര്യൻ നാക്കെടുത്താൽ നുണ മാത്രമേ പറയാറുള്ളൂ. സത്യസന്ധമായി സംസാരിക്കുവാൻ ആര്യൻ അറിയില്ല. ആര്യൻ ചെയ്യുന്ന നോമിനേഷൻ പോലും ജിസൈലിനോടുള്ള ബന്ധത്തിലാണ്. ജിസൈലിന് വേണ്ടിയാണ് ആര്യന്റെ നോമിനേഷൻ വരെയും ഉള്ളത്. ബിന്നിയുടെ ഒബ്സർവേഷൻ അങ്ങേയറ്റം വളരെ കൃത്യതയുള്ളതാണെന്ന് തന്നെ വേണം പറയാൻ. ഇതൊക്കെ നമ്മൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് താൻ അവതരിപ്പിച്ചു. അടുത്തത് ജിസൈൽ. ജിസൈൽ അങ്ങേയറ്റം ഫേവറേറ്റിസം ഉള്ള ആളാണ്. താൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. സേഫ് ഗെയിമറാണ്. മറ്റുള്ളവർക്ക് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റി അങ്ങനെ സേഫ് ആയിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കുവാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആര്യന്റെ നിഴലിലാണ് ജിസൈലിന്റെ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഒരു ഓപ്പൺ നോമിനേഷനാണ്. ഒനിലാണ് നോമിനേഷന് വേണ്ടി വരുന്നത്. ഒനിൽ ഷാനവാസിന്റെ പേര് പറയുന്നു, ജിഷിന്റെ പേര് പറയുന്നു. ഷാനവാസിന്റെ പേരെടുക്കുന്നതിന്റെ കാരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം നെവിനുമായിട്ട് നടന്ന പ്രശ്നം, ആ പ്രശ്നത്തിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് സോറി പറഞ്ഞു. എന്നാൽ ആ സോറി ആത്മാർത്ഥതയുള്ളതായിരുന്നില്ല, ഹൃദയത്തിൽ നിന്ന് വന്ന സോറി ആയിരുന്നില്ല. അങ്ങനെ ഉള്ളിൽ തട്ടിയുള്ള സോറി ആയിരുന്നുവെങ്കിൽ നെവിന്റെ മുഖത്ത് നോക്കി ആ സോറി പറയുമായിരുന്നു. തെറ്റാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നെവിനോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ലാലേട്ടൻ പോയതിനു ശേഷവും നെവിന്റെ മുഖത്ത് നോക്കി അതിനെപ്പറ്റി ഒരു അപ്പോളജി പറയുവാൻ തയ്യാറായില്ല താൻ. ഉടനെ ഷാനവാസ് പറയുകയാണ്, എനിക്കത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് ഞാൻ എന്തിനാണ് നെവിനോട് സോറി പറയാൻ പോകുന്നത്? എന്തായാലും നെവിന്റെ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ആ വീട്ടിൽ നല്ലൊരു കൂട്ടം ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെവിൻ വിഷയം വീണ്ടും വീണ്ടും കത്തിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി തീർക്കണമെന്ന്. എന്തായാലും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം ജിഷിന്റെ പേരാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് കൊടുത്ത് മറ്റുള്ളവരെ പ്രീണിപ്പിച്ചു നിർത്തുവാനും അങ്ങനെ സേഫ് ഗെയിം കളിക്കുവാനും ശ്രമിക്കുന്നു. അതുകൊണ്ട് ജിഷിൻ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. തുടർന്ന് കൺഫെക്ഷൻ റൂമിലേക്ക് അഭിലാഷ് എത്തുന്നു. അഭിലാഷ് ആദ്യം പറയുന്നത് ആര്യന്റെ പേരാണ്. ആര്യൻ ജിസൈലിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നു, തുണി അലക്കി കൊടുക്കുന്നു. ടോയ്ലറ്റ് ഡ്യൂട്ടി അത് ജിസൈലിന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മനസ്സോടെ ആര്യൻ അത് കയറി ജിസൈലിന് പകരമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ജിസൈലിന് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ജോലികളും വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഡ്യൂട്ടി ആര്യൻ്റെതാണ്. ആര്യൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, പക്ഷേ ജിസൈലിന്റെ അടിമയായിപ്പോയി. അടുത്തതായി താൻ നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ പേരാണ്. ലക്ഷ്മി ഒട്ടും തന്നെ സജീവമല്ല. പ്രേക്ഷകരോട് ഒരു കാരണവശാലും നീതി പുലർത്തുവാൻ ലക്ഷ്മിക്ക് കഴിയുന്നില്ല. ഇവിടുത്തെ ഗെയിമുകളോട് ലക്ഷ്മിക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ലക്ഷ്മി പുറത്തു പോകണം. അവസാനമായി നോമിനേഷന് വേണ്ടി വരുന്നത് ജിഷിനാണ്. ജിഷിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലത്തെ നോമിനേഷനാണ്. ജിഷിൻ സാബുമാന്റെയും അനുമോളുടെയും പേരാണ് എടുക്കുന്നത്. സാബുമാൻ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല, സ്വന്തമായി ഒരഭിപ്രായവുമില്ല. അനുമോൾ ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ല. കാരണം എന്തു ചെയ്താലും ലാലേട്ടന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കുമോ എന്നുള്ള ഭയമാണ്. ആ ഭയമുള്ളത് കൊണ്ട് ഗെയിമിൽ നിന്നും അനുമോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. ഒരു കാര്യത്തിലും ഒരു മിണ്ടാട്ടവുമില്ല, നിലപാടുമില്ല. വളരെ ഇനാക്റ്റീവായി പോയിരിക്കുകയാണ് അനുമോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നോമിനേഷൻ പരിപാടികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. നോമിനേഷൻ പൂർത്തിയായപ്പോൾ 5 വോട്ടുകളോടുകൂടി ജിഷിൻ ഒന്നാമതെത്തുന്നു. തൊട്ടു പിന്നിൽ 4 വോട്ടുകളുമായി അനീഷ് വരുന്നു. 3 വോട്ടുകളുമായി ലക്ഷ്മിയും ബിന്നിയും അനീഷിന്റെ പിൻപിൽ വരുന്നു. 2 വോട്ടുകളോടുകൂടി ആര്യൻ, ജിസൈൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ് ഇത്രയും ആൾക്കാർ എത്തുകയാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ 7 പുരുഷന്മാരും 4 സ്ത്രീകളും 11 ആൾക്കാർ എവിക്ഷൻ പ്രക്രിയയിലേക്ക് വന്നിരിക്കുന്നു. പ്രേക്ഷക വിധി തേടുവാനെത്തിയിരിക്കുന്നു.